കൃഷ്ണകുമാർ ഡയറക്ട് ചെയ്ത് മുരളിഗോപി തിരക്കഥയും സംഭാഷണം നൽകി അഭിനയിച്ച അനന്തൻ കാട് എന്ന് പറഞ്ഞ മൂവിയുടെ വിശേഷങ്ങളാണ് പറയാൻ വന്നിരിക്കുന്നത്. റിവ്യൂ. സിനിമ കാണാതിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ ഒരു ചേട്ടച്ചാരെ പോലെ തന്നെയുള്ള ഒരു വ്യക്തി പറയേണ്ട, അദ്ദേഹത്തിന് പടം ഇഷ്ടപ്പെട്ടില്ല, നീ കാണണ്ട, ശോകം പടമാണ്, അത്രയും വെറുപ്പില്ലാണ്, എങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പടമാണ്, പുള്ളിക്ക് ആ പടത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത്രക്ക് ഷോ കാണാം. എന്നെ പോലെ തന്നെ നല്ല പോലെ എല്ലാ സിനിമകളും വിടാതെ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രക്ക് ശോകമായിട്ടായിരിക്കും അദ്ദേഹം പറയണത്. അപ്പൊ ഞാൻ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ, ഒരാളൊരു സിനിമ മോശമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അയാൾ മോശമെന്ന് പറഞ്ഞു എന്ന് ഞാൻ ആ സിനിമ കണ്ടു നോക്കുന്ന ടൈപ്പ് ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ എന്നെപ്പറ്റി പുള്ളിക്കത് അറിയാൻ മേലാത്തതായിരിക്കും ചിലപ്പോ. ഞാനത് അപ്പൊ തന്നെ ടിക്കറ്റ് എടുത്ത്, ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലാഞ്ഞെങ്കിൽ ഞാനിങ്ങനെ പടം ഇന്ന് ഇറങ്ങണ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേലാഞ്ഞു കാണാനെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ മാസം തന്നെയാണ് റിലീസ് ചെയ്യണത്, നമുക്കറിയാൻ മേലായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പടം ശരിക്കും മോശമാണ്, നീ കാണണ്ട തന്നെ തീർത്ത് പറഞ്ഞു. അദ്ദേഹം മോശമായിട്ട് പറയല്ലോ കേട്ടാ, കാണുന്നത് തന്നെ തീർത്ത് പറഞ്ഞപ്പോ എന്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ എങ്ങനെ വെച്ചാൽ, ഒരാളിപ്പോ ഒരു പടം മോശമാണെന്ന് പറഞ്ഞു, അപ്പൊ എന്തുകൊണ്ട് അയാൾ മോശമാണെന്ന് പറയണം, അല്ലെങ്കിൽ കാണണ്ട തീർത്ത് പറയണം. അപ്പൊ എന്തുകൊണ്ട് ആ പടം അത്ര നെഗറ്റീവ് പുള്ളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നി എന്നുള്ള സംഭവം നമ്മൾ തേടിപ്പിടിച്ച് അതെന്താണെന്ന് കണ്ടറിഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ടേസ്റ്റ് എല്ലാവരും ചിലപ്പോൾ എന്റെ ടേസ്റ്റ് അത് വ്യത്യാസമായിരിക്കും. പക്ഷെ എന്നാൽ അത് എന്താണെന്ന് എനിക്കറിയണം എന്നുള്ള മൈൻഡിൽ ഞാൻ പോയി കണ്ടിരുന്നു. അന്നേരം ഉണ്ടായ ഒരു അനുഭവം മാത്രമേ ഞാൻ പറയുന്നത്. ഇതന്നെ ഒന്നുകൂടി എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മുരളിഗോപി കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം, അതിൽ അഭിനയിക്കാൻ ഒരു റോളും കൂടി ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തൊരു പടം കൂടിയാണത്. അപ്പൊ ഒന്നുകൂടി എടുത്തു പറയേണ്ട കാര്യത്തിൽ മുരളിഗോപി ചെയ്ത പടമാണ്. അപ്പൊ നമ്മള് പല ടൈപ്പിലുള്ള ഒരു എന്താ പറയാ, രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ എന്തും തുറന്നടിച്ച് പറയുന്ന ടൈപ്പുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് എല്ലാം പ്രതിഷേധങ്ങളാണെങ്കിലും എല്ലാം ഒരുത്തരോട് ഉറക്ക ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും ശക്തമായിട്ട് ചോദിക്കുന്ന ടൈപ്പുള്ള ഒരു സംഭാഷണ ശൈലിയും അങ്ങനത്തെ ടൈപ്പ് ഒരു പ്രസന്റേഷൻ രീതിയാണ് അദ്ദേഹത്തിന്റെ സിനിമ മൊത്തം. അപ്പൊ അങ്ങനത്തെ ഒരു പശ്ചാത്തലാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്. മുരളിഗോപി കഥ, തിരക്കഥ, സംഭാഷണം എന്ന് പറയുമ്പോ തന്നെ കയറുമ്പോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്ന ഈ ഒരു ടൈപ്പ് ജേർണൽ സിനിമയായിരിക്കും. അല്ല, അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കാണാൻ പോയതാണ്. അപ്പൊ ഞാൻ ഓർത്ത് ജസ്റ്റ് എനിക്കിത് പടം കാണണം. അപ്പൊ സത്യം പറഞ്ഞാൽ പടം എനിക്ക് അറിയാൻ മേലാഞ്ഞിന്ന് ഇറങ്ങണ കാര്യം, ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പടം കാണാൻ പോയത്. പിന്നെ അദ്ദേഹത്തിന്റെ പടം കൂടി ആയതുകൊണ്ട് അത്രക്ക് മോശം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് എന്തോ പോലെ കണ്ടേ പറ്റൂ എന്നുള്ള വാശി കയറി അങ്ങനെയൊക്കെ കണ്ടതാണ്. കഴിഞ്ഞിട്ടുള്ള എന്റെ അനുഭവം എന്ന് വെച്ചാൽ, അത് പറയുന്ന മുമ്പ് അത് അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനുണ്ട്, രജീന കസൻഡ്ര എന്ന് പറഞ്ഞ ഒരു തമിഴ് നടിയാണ്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കുറച്ച് റോള് വന്നിട്ടുണ്ട്. പിന്നെ ആര്യ ഇതിന്റെ അകത്ത് മെയിൻ നടനെന്ന് പറഞ്ഞാണ് ഇവര് മാർക്കറ്റിംഗ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ സിനിമ. ആര്യാണ് ഇതിന്റെ ലീഡ് റോൾ എന്ന് പറഞ്ഞാണ് മാർക്കറ്റിംഗ്. അതവിടെ നിൽക്കട്ടെ, എടുത്ത് പറയാൻ ആരാണ് ലീഡ് റോൾ വന്നിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ മുരളിഗോപി ഒരു ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം വരുന്ന ഒരു കിടലിനായിട്ട് ഒരു മൂവിയാണ് അദ്ദേഹം മേക്കിയിരിക്കുന്നത്. അതിന് മെയിനായിട്ട് ഉള്ള ഒരു കഥാപാത്രം അത് അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ എന്ന് പറഞ്ഞ തെലുങ്ക്, കന്നഡ, തമിഴ് അങ്ങനെ മൂവിയിലേക്ക് അഭിനയിച്ച് വില്ലൻ പശ്ചാത്തലത്തിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഈ കാട്ടാളൻ, ഇതിനു മുമ്പ് ഇറങ്ങിയ കാട്ടാളനാണെങ്കിലും ഇപ്പൊ ഇറങ്ങിയ ഇതാണെങ്കിലും ഈ മൂവി ആണെങ്കിലും എല്ലാത്തിലും അദ്ദേഹത്തിന് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ തമിഴ്, തെലുങ്ക്, കന്നഡ ഈ സിനിമ ഇവരിറക്കുന്ന മുഖ്യ പടത്തിന് ഇദ്ദേഹത്തെ ഒരു കോമാളി വേഷം. സത്യം പറഞ്ഞാൽ ഗെയിം ചേഞ്ചറിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്, ഒരു സൈഡ് തിരിഞ്ഞെടുക്കുന്ന റോള് എന്തുവാണ് അറിയാ, ഒരുമാതിരി സത്യം പറയുക കോമഡി. സത്യം പറയാ എന്ത് തോന്നിയ ദിവസം കാശ് കൊടുത്താൽ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കോമാളി എന്ന പരുവത്തിലാക്കിയ അദ്ദേഹത്തിന്. സത്യം പറയാം നല്ല കിടിലൻ ആക്ടറാണ്. അദ്ദേഹത്തിന് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ മൂവീസ് വന്നപ്പോ അദ്ദേഹത്തിന് നല്ലപോലെ തന്നെ യൂസ് ചെയ്യുന്നത്. അത് മലയാളി എടുത്ത ഒരു സിനിമ
നടക്കണം. അതുപോലെ തന്നെ നല്ലപോലെ യൂസ് ചെയ്തു. ഇത് കോമഡി അല്ലേ, പവർഫുൾ വില്ലൻ. അത് ആ വില്ലനന്റെ ഇതിൽ പവർഫുൾ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ വില്ലന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ എല്ലാം ശബ്ദങ്ങളായിട്ട്, അല്ലെ എന്താ പറയാ, ഒരു നായകന്റെ റോളിൽ വരുമ്പോ സത്യം പറഞ്ഞാൽ വില്ലൻ താന്ന് കൊടുക്കണമല്ല. അതൊക്കെ എല്ലാ സിനിമയിലും കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ എന്നാലും ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ സിനിമയിൽ നമ്മൾ ആ റോള് കാണുമ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്ന ആ ഒരു ബിൽഡപ്പും കാര്യമൊക്കെ വെച്ച് ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ആ സിനിമയിലുടനീളം ഒട്ടും കളയാതെ തന്നെ കൊണ്ടുപോയി എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഈ മലയാളം മൂവി മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അവസാനം അദ്ദേഹത്തിന്റെ ഇറങ്ങിയ 2 പടത്തിൽ അത് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിഖില വിമലുണ്ട്, സിദ്ദിഖിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സിദ്ദിഖിന് എന്റെ ഇല്ല, സന്ധ്യ ബാലചന്ദ്രൻ, അഞ്ജലി പി നായർ, പിന്നെ വിജയരാഘവൻ പുള്ളി ഒരു രക്ഷയില്ല. അതാ വിജയരാഘവൻ സത്യം പറഞ്ഞ ഒരു കിടിലൻ, അദ്ദേഹത്തിന്റെ ഒരു കുറെ നാൾക്ക് ശേഷം ഒരു കിടിലൻ പക്ക ഒരു വില്ലൻ റോള് ചെയ്യുന്ന ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതാണെന്ന് പറയാം. ഭയങ്കര രക്ഷപ്പെടുകയും വിജയരാഘവൻ ആ റോള് ചെയ്തിട്ട്. പിന്നെ രഞ്ജി പണിക്കർ ഒരു മുഖം പോലും കാണിക്കാതെ വന്നിട്ട് പോയിട്ടുണ്ട്, ചെറിയൊരു റോള് വന്നിട്ട്. പിന്നെ അങ്ങനെ പോകുന്ന പിന്നെ സാബു മോനുണ്ട്, സാബു മോൻ വിളിച്ചു കേട്ട ഒരു രക്ഷയില്ല. അത് അദ്ദേഹം കുറെ നാൾക്ക് ശേഷം ഒരു സിനിമ ഉടനീളം ഒരു കിടില ഒരു 10-15 നീണ്ടു നിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്കയായിട്ടാണ് സാബു മോൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാസ്റ്റ് വന്നിരിക്കുന്നത്. സിനിമയെ പറ്റി പറയാനുള്ളത്, ഈ സിനിമയിൽ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്. ആ രാഷ്ട്രീയം സത്യം പറഞ്ഞ് എനിക്കത് ഇഷ്ടമായി, നല്ലപോലെ വർക്കായി. ഇനി അത് ആ സിനിമയുടെ ഇമോഷൻ സീനാണെങ്കിലും ഓരോരുത്തരുടെ പെർഫോമൻസിന്റെ വെച്ച് നോക്കിയാണെങ്കിലും പിന്നെന്താണ് മേക്കിങ്, കിടിലൻ മേക്കിങ്, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അത് വെച്ചാൽ നമ്മളെ ഒരു പക്ക തല്ലിപ്പൊളി ലോക്കലി ഇടിപ്പട അല്ലെങ്കിൽ ഗുണ്ടകളായിട്ട് നടക്കുന്നവരെ അവരെ കൊണ്ട് യൂസ് ചെയ്യുന്ന റിച്ച് ആയിട്ടുള്ള ടീം, അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കുറെ പടങ്ങൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. അതേ ടൈപ്പ് ഒരു ജേർണൽ പടം എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. പക്ഷെ അതല്ല, അതിനുള്ളിൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ഒരു 1983 ആ കാലഘട്ടത്തിലെ കേരളമാണ് കാണിക്കുന്നത്. പശ്ചാത്തലം കേരളം, തിരുവനന്തപുരം ആ ഏരിയയിലാണ് മെയിനായിട്ട് ലൊക്കേഷൻ കാണിക്കുന്നത് സിനിമയിൽ. സിനിമ മൊത്തത്തിൽ ഒരു പറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയം എന്ന് വെച്ചാൽ കിടില, അത് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് മുരളി ഗോപിയുടെ രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പടം എടുത്തു വെക്കുള്ള എന്ന് പറഞ്ഞൊരു വാശിപ്പുറത്ത് എടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പടത്തിന്റെ കാസ്റ്റിന്റെ ലിസ്റ്റ് പറഞ്ഞില്ലേ, ആ ലിസ്റ്റിൽ ഒരാളെപ്പോലും ഒരു ഫ്രെയിമിൽ പോലും ഒരു ഫ്രെയിമിലെങ്കിലും അവർക്ക് ഒരു പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് ഡയലോഗ് അപ്പൊ അങ്ങനെയല്ല, എങ്ങനെ അങ്ങനത്തെ ചെറിയൊരു ഡയലോഗ് ഇല്ല, നല്ല ലെന്തി ഡയലോഗും അവരുടെ പെർഫോമൻസ് എന്താണെന്ന് കാഴ്ചവെക്കുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല രീതിയിൽ വർക്കായി. അങ്ങനത്തെ ഒരാളെപ്പോലും ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഇപ്പൊ ചിലപ്പോ ഒരു 2 പേരിന്ന് ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ അത് അവരുടെ പെർഫോമൻസ് മാത്രമല്ല കാഴ്ചവെക്കണം, പക്ഷെ അവരുടെ കൂട്ടത്തിക്കുന്ന ആൾക്കാരെയും കൂടി എന്തെങ്കിലുമൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീൻ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ആ ഫൈറ്റ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു വിഷയം അത് എടുത്ത് ഒരു പ്രതിപാദിച്ചാണെങ്കിൽ എടുത്ത് നമ്മൾ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ ആ സീന് അല്ലെങ്കിൽ ആ കണ്ടന്റ് എന്ത് കാരണം കൊണ്ടാണ് ആ ഫൈറ്റ് സീൻ ഉണ്ടാകുന്നത്, അത് നമ്മളെ ഒരു പടം കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ആ സീനിൽ ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ള വിഷയം എടുത്ത് മനസ്സിലാക്കി തരണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു 2 എണ്ണം അവന് കൊടുക്കണം, അല്ലെങ്കിൽ എന്നുള്ള തോന്നൽ അവന് കിട്ടേണ്ടതാണ് എന്നുള്ള നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നും. ആ തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട് ഈ പടത്തിന്. ഇന്നത്തെ കാര്യം പിന്നെ നല്ല ഒരു കണ്ടന്റ് ആണ്, നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്. എന്നിട്ട് അവസാനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കും, ആര്യ എന്നൊരു നടനെ വെച്ചാണ് ശരിക്കും ഒരു മാർക്കറ്റ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതില് ഈ പറയുന്ന ഓരോരുത്തരും ഒരേ റോള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റോറി, അവര് പറയാൻ ഉദ്ദേശിച്ച എന്ത് കാര്യമാണ് അവര് പറയുന്നത് വെച്ചാൽ ആ സ്റ്റോറിയാണ് ഒരു നായകൻ
അല്ലെങ്കിൽ ആ സ്റ്റോറിയാണ് ശരിക്കും ഒരു നായക കഥാപാത്രം എന്ന് നമുക്ക് എനിക്ക് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. പക്ഷെ ഓരോരുത്തരും അതിൽ അഭിനയിച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് ഓരോ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ ഒരു ഒരാളുടെ റോള് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ്റെയാണ്. ഇന്ദ്രൻ ചേട്ടൻ ശരിയൊരു കോമഡി റോളായിട്ട് ചെറിയ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മൂവീസ് ആണെങ്കിലും പുള്ളിയുടെ ആണെങ്കിൽ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് അതിൽ എല്ലാത്തിനാണെങ്കിലും. പക്ഷെ ഇതിൽ അങ്ങനെ നെഗറ്റീവ് സൈഡ് പശ്ചാത്തലം തന്നെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് കണ്ട ഒരു ക്യാരക്ടറാണ്, അതായത് നല്ലപോലെ ശ്രദ്ധിച്ച ഒരു ക്യാരക്ടർ അതാണ് സിനിമയിൽ. പിന്നെ ബാക്കി എല്ലാവരും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ആര്യ ഉണ്ട്. പക്ഷെ ആര്യയുടെ സിനിമ എന്ന് പറയാൻ പറ്റില്ല. ആര്യയും അതിലൊരു റോള് ചെയ്തിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെ ഒരു മൂവിയാണ്. മേക്കിംഗ് കിടിലിനായിട്ട് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പുറത്തായത്. സാധാരണ മുരളി ഗോപിയുടെ സിനിമ ഒരു പ്രതിഷേധമായിട്ടാണെങ്കിലും ഒരു എന്താ പറയാ ഒരു കണ്ടന്റ് മെയിനായിട്ട് ഒരു പടാന്ന് പറഞ്ഞാൽ കയറുക. അത് എന്തായാലും മുരളി ഗോപിയുടെ പടാന്ന് പറയുമ്പോ അതിന് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അദ്ദേഹം. അപ്പൊ അതിനൊരിക്കലും ഉറപ്പായിരുന്നു ഞാനൊരു പ്രതിഷേധ ടൈപ്പ് ഒരു മൂവിയാണെന്ന് പറഞ്ഞ കയറിയ. പക്ഷെ അങ്ങനെയല്ല, വേറെ ടൈപ്പ് ഒരു കഥാപശ്ചാത്തലം അത് നല്ലപോലെ എനിക്ക് വർക്കായും ചെയ്തു. നല്ലപോലെ വേറെ മൂഡ്. അത് നല്ലൊരു മലയാളത്തിൽ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഒരു പടം കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരും ഇത് കണ്ടു നോക്കാം. ഓക്കെ, ബൈ.